നമസ്കാരം. നല്ല സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഈ വിഷുക്കാലം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിഷു കൈനീട്ടമാണ് മധുരരാജ. മധുരരാജ പോപ്പുലറായിട്ട് തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞ് പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസ് കയറി ആ സിനിമയെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ മലയാള സിനിമയിൽ അഭിനയ രംഗത്ത് വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ, ഒരു 5 വർഷമായിട്ടുള്ളൂ സജീവമായിട്ട് അഭിനയ രംഗത്ത് എത്തിയിട്ട്. അതിനു മുന്നേ ഞാൻ സിനിമയുടെ ക്യാമറയുടെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഹിറ്റ് തന്ന സിനിമ ലാൽ ജോസ് സാറിൻ്റെ വിക്രമാദിത്യൻ എന്ന സിനിമയാണ്. വിക്രമാദിത്യൻ 100 ദിവസം ഓടിയ സിനിമയാണ്. അതിലെ കഥാപാത്രമാണ് ഞാൻ ഇപ്പോഴും ജനങ്ങൾ തിരിച്ചറിയുന്നത്, കള്ളൻ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം. ആ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിരുന്നു മമ്മൂട്ടി സാർ പ്രൊഡ്യൂസ് ചെയ്ത് നായകനായി അഭിനയിച്ച രഞ്ജിത് ശങ്കറിൻ്റെ വർഷം എന്ന സിനിമയും നല്ല സിനിമയായിരുന്നു. പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ഇമോഷൻ ഫിലിമായിരുന്നു വർഷത്തെ അഭിനയത്തിലും എനിക്ക് ചെറിയ വേഷമാണെങ്കിൽ പോലും നല്ല പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ചു. അത് കഴിഞ്ഞ് അടുത്ത മമ്മൂക്കയുടെ കൂടെയുള്ള പടം പത്തേമാരി, സലീം അഹമ്മദ് കെയുടെ പത്തേമാരി, നാഷണൽ അവാർഡ് അടക്കം വാങ്ങിയ പത്തേമാരി. അതിലും എൻ്റെ വേഷം പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച സിനിമയാണ് ഗ്രേറ്റ് ഫാദറിലെ വില്ലനാണ് ജോക്കർ എന്ന കഥാപാത്രം. ആ സിനിമയും 100 ദിവസം ഓടിയ സിനിമയാണ്. ഇപ്പോഴിതാ മധുരരാജയ്ക്ക് മുന്നേ അതിൻ്റെ സംവിധായകൻ്റെ വൈശാഖേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ, മലയാള സിനിമ ലോക സിനിമയുടെ മുന്നിലേക്ക് എത്തിയ ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ. അതിലെ വേഷം നിങ്ങൾക്കൊക്കെ അറിയാം. കുട്ടി പുലിമുരുകൻ്റെ അച്ഛനായിട്ട് പ്രേക്ഷകരുടെ സ്നേഹം ഇന്നും ഞാനത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈശാഖേട്ടനും ഉദയേട്ടനാണ് അതിൻ്റെ പുലിമുരുകൻ്റെയും രചയിതാവ്. അപ്പോൾ വൈശാഖേട്ടനും ഉദയേട്ടനും എനിക്ക് തന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ടമാണ് മധുരരാജയിലെ പൗലോ എന്ന പോലീസുകാരൻ. സിനിമ കണ്ടവരൊക്കെ എൻ്റെ ഫേസ്ബുക്കിലും ഫോണിൽ വിളിച്ചും വാട്സപ്പിലുമൊക്കെ നല്ല പ്രതികരണങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ഈശ്വര അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ സിനിമ നിർമ്മിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ നെൽസേട്ടൻ, സംവിധായകൻ വൈശാഖേട്ടൻ, തിരക്കഥാകൃത്ത് ഉദയേട്ടൻ, ക്യാമറമാൻ ഷാജിയേട്ടൻ തുടങ്ങി പിന്നെ ഈ മധുരരാജയുടെ നെടുന്തൂണായ മധുരരാജ ശ്രീ മമ്മൂട്ടി സാർ, ഇവരോടൊക്കെയുള്ള സ്നേഹവും കടപ്പാടും അതിലേറെ പ്രേക്ഷകരോട്. കാരണം ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന നടന്മാരാണ് ഞാനൊക്കെ. അപ്പോൾ ആ വേഷങ്ങൾ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഒരു സ്നേഹം അവോളം തരികയും ചെയ്യുന്ന പ്രേക്ഷകരോടാണ് എൻ്റെ എല്ലാ കടപ്പാടും. അപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും ആ കിട്ടുന്ന വേഷങ്ങൾ സംവിധായകൻ്റെ നിർദ്ദേശത്തോടു കൂടി മനോഹരമാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ എത്രയാണോ ആ സ്ക്രീൻ സ്പേസ് ഉള്ളത് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ആ ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളുക. അപ്പോൾ അത് തന്നെയായിരിക്കാം പുലിമുരുകൻ്റെയും ഇപ്പോൾ മധുരരാജയിലും. പൗലോ എന്ന് പറഞ്ഞ പോലീസുകാരനും കൂടുതലൊന്നുമില്ല, പക്ഷേ ഉള്ള സീനുകൾ പ്രത്യേകിച്ചും മമ്മൂക്കയെ പോലെയുള്ള സീനിയർ മോസ്റ്റ്, പ്രത്യേകിച്ചും ഇമോഷൻ സീനുകൾ അഭിനയിക്കാൻ മമ്മൂക്കയെ കവച്ചു വെക്കാൻ ഇന്ത്യൻ സിനിമയിൽ വേറൊരു നടനില്ല എന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്രയും സീനിയറായിട്ട് ഉള്ളൊരു നടൻ, അത്രയും നന്നായിട്ട് ഇമോഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടറുടെ മുന്നിലാണ് ഞാനും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമോഷൻ സീൻ അഭിനയിച്ചത്. അപ്പോൾ ആ സീനിൽ അഭിനയിക്കുമ്പോഴൊക്കെ മമ്മൂക്ക തന്ന സപ്പോർട്ടും സംവിധായകൻ വൈശാഖേട്ടൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും എന്നെ കൂടുതൽ ആ സീൻ നന്നാക്കുന്നതിന് എനിക്ക് പ്രചോദനം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഇതിൻ്റെ തിരക്കഥാകൃത്തിനും പിന്നെ സംവിധായകൻ വൈശാഖേട്ടനും അതുപോലെ മമ്മൂട്ടി സാറിനുമാണ്. അതുപോലെ ക്യാമറമാൻ ഷാജിയേട്ടൻ. ഈ മധുരരാജയുടെ വിജയം എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ മുന്നിലും പിന്നിലും. കാരണം ക്യാമറയുടെ മുന്നിലാണെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകളായ മമ്മൂക്ക, നെടുമുടി വേണുചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, സിദ്ദിഖ, സലികുമാർ ചേട്ടൻ തുടങ്ങിയ വലിയൊരു താരനിര. അതുപോലെ തന്നെ ശ്രീകഥ അനുശ്രീ, മഹിമ നമ്പ്യാർ, ഷംന കാസിം, തെസ്നി ഖാൻ, പ്രിയങ്ക തുടങ്ങി വലിയൊരിത്. അതുപോലെ നോബി, എഴുപുന്ന ബൈജു, പ്രശാന്ത്, തെലുങ്ക് സിനിമയെന്ന് ജഗപതി ബാബു, നരൻ, ഒരു 90-ലധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. പണ്ട് ഐ.വി. ശശി സാറിൻ്റെ പടത്തിലൊക്കെയാണ് ഇത്രയും താരസമ്പുഷ്ടമായ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വൈശാഖേട്ടനും ഉദയേട്ടനും ആ റൂട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയ സീനിൽ പോലും നല്ല കഴിവുള്ള
നടീനടന്മാരെ വിളിച്ചിട്ടാണ് അഭിനയിപ്പിക്കുന്നത്. പിന്നെ ഓരോ സീനിലും 1000 2000 ജൂനിയർ ആർട്ടിസ്റ്റുകളെ ക്രൗഡിനെ വന്നുകൊണ്ടാണ് ഇതിൻ്റെ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലൊക്കേഷൻസാണ്. കാരണം എറണാകുളത്ത് ഇത്രയും മനോഹരമായിട്ട് ഈ ലൊക്കേഷൻ കണ്ടെത്തിയ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൽ, ഷാജി നടുവിൽ, ക്യാമറമാൻ ഷാജിയേട്ടൻ, ഡയറക്ടർ വൈശാഖേട്ടൻ, അത്രയും മനോഹരമായ ലൊക്കേഷനിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വലിയ റിസ്ക് ആയിരുന്നു. അപ്പോൾ സിനിമ നമ്മൾ കണ്ട് കൈയടിച്ച് പോകുമ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ കെടുതി ഒരു മഹാപ്രളയത്തിൻ്റെ സമയത്താണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എറണാകുളവും ആലുവയൊക്കെ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം 7 മണിക്ക് ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്തുകയാണ്. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോഴേക്കും ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് എല്ലാം ക്ലാഷായി. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അരോമ മോഹൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്ക് നൽകണം. അതുപോലെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ. കാരണം വലിയൊരു ബജറ്റൊക്കെ താളം തെറ്റി അതോടുകൂടി. അപ്പോൾ ഈ സിനിമ ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സംവിധായകൻ്റെ എല്ലാ സപ്പോർട്ടും കൊടുത്ത നെൽസൺ ഐപ്പ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. കാരണം ഇതിൻ്റെ ഫുൾ ടെക്നീഷ്യന്മാർ, ഇതിൻ്റെ എഡിറ്റർ മഹേഷ് നാരായണൻ സുനിൽ, മ്യൂസിക് ചെയ്ത ഗോപി സുന്ദർ, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ പീറ്റർ ഹിംസറിൻ്റെ ഏറ്റവും മികച്ച കൊറിയോഗ്രാഫിയാണ് ഈ സിനിമയിലൂടെ. കാരണം ആ സിനിമ കണ്ടവർക്കറിയാം ആ പട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത സീൻ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക്കാണ്. മമ്മൂക്കയെ പോലുള്ള അത്രയും സീനിയറായിട്ടുള്ള ആക്ടർ അതിൽ ചെയ്യുന്നു എന്നുള്ളത് അത്രയും റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് ക്യാമറയിൽ പകർത്താൻ പറ്റി. മ്യൂസിക് ഗോപി സുന്ദർ, ഗോപിയേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് നമ്മൾ പറയണ്ട. അതുപോലെ ഇതിലെ സോങ് മുരുകൻ കാട്ടാക്കട, ഹരിനാരായണൻ, രഞ്ജിത്ത് അമ്പാടി മേക്കപ്പ്, അതിൻ്റെ വിഷ്വൽ എഫക്ട്സ്, കോസ്റ്റ്യൂംസ്, സായിയെ പോലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ് ഇതിൽ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഈ സിനിമയുടെ A to Z എന്ന് പറയാം, എല്ലാം അത്രയധികം പെർഫെക്ഷനും കഴിവുള്ളവരെയാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയം, ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി. പിന്നെ കൊച്ചു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഈ കൊച്ചു മലയാളത്തിൽ നിന്നും മധുരരാജ പോലെയുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ലോക സിനിമ ഭൂപടത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഏറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് കേവലം ഇതിൽ അഭിനയിച്ചവർക്കോ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കോ ടെക്നീഷ്യന്മാർക്കോ മാത്രമല്ല. കാരണം ഒരു സിനിമ വിജയിക്കുമ്പോൾ ആ സിനിമയുടെ വിജയം അതിൻ്റെ ഷെയർ പോകുന്നത് അവിടുത്തെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി അതിൻ്റെ ചുറ്റുപാടത്തുള്ള കച്ചവടം തുടങ്ങി എല്ലാവർക്കും അതിൻ്റെ ഷെയർ പോകും. പിന്നെ ഒരു സിനിമയിലൂടെയാണ് ഒരു നാടിനെ അടയാളപ്പെടുത്തുക. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും മലയാളികൾ താമസിക്കുന്നുണ്ട്, മറ്റുള്ളവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു മലയാളം, കൊച്ചു കേരളം എന്നുള്ളത് ഇന്ന് ലോകത്തിലെ മുഴുവനും ഈ സ്ഥലം അടയാളപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കൾച്ചർ അടയാളപ്പെടുത്തുകയാണ് ഒരു സിനിമയിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നു. മലയാള സിനിമ വളരുന്നു, മലയാള ഇൻഡസ്ട്രി വളരുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷം. അപ്പോൾ ഈ മധുരരാജ സിനിമയുടെ നിർമ്മാതാവായ നെൽസൺ ചേട്ടൻ, സംവിധായകൻ വൈശാഖേട്ടൻ, സ്ക്രിപ്റ്റ് റൈറ്റർ ഉദയേട്ടൻ തുടങ്ങി അതുപോലെ മമ്മൂട്ടി സാർ, എല്ലാവരോടും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രേക്ഷകർ ഈ സിനിമ കാണുക. കാരണം ഈ സിനിമ ഇതൊരു എൻ്റർടൈനർ സിനിമയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഇത് 7 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണോ ജീവിച്ചിരിക്കുന്നത് അത്രയും വയസ്സുള്ളവർക്ക് ഒരുപോലെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് കൈയടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാം. ഇതിൽ നല്ല കോമഡി ഉണ്ട്, നല്ല ഇമോഷൻ സീനുണ്ട്, ത്രില്ലുണ്ട്, സസ്പെൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വിജയിക്കട്ടെ. അപ്പോൾ മധുരരാജ ഇനിയും കാണാത്തവർ തിയേറ്റർ ചെന്ന് തന്നെ കാണണം. കാരണം ഇതിൻ്റെ ഒരു തിയേറ്റർ അനുഭവം എന്ന് പറയുന്നത് ഒരു TV-യിൽ കണ്ടാൽ കിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ നേരിട്ട് ചെന്ന് ഈ സിനിമ കാണുക, ഈ സിനിമയെ ഇനിയും കൂടുതൽ വിജയിപ്പിക്കുക.